എരുമപ്പെട്ടി പഞ്ചായത്തിലെ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെട്ട് ഭവന നിർമ്മാണം പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്ക് പഞ്ചായത്ത് പണം നൽകുന്നില്ലെന്ന് പരാതി. ഭരണസമിതിയുടെ അനാസ്ഥ സാധാരണക്കാരായ ജനങ്ങളെ ദുരിതത്തിലാക്കുകയാണെന്ന് ആരോപിച്ച് പ്രതിഷേധവുമായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തി. അർഹതപ്പെട്ട ലൈഫ് ഗുണഭോക്താക്കൾക്ക് എത്രയും പെട്ടെന്ന് പണം നൽകണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം നിഷാദ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി. ജനറൽ വിഭാഗത്തിൽ 156 പേരും SSC വിഭാഗത്തിൽ 115 പേരുമാണ് ഇതുവരെ എഗ്രിമെന്റ് വെച്ചിട്ടുള്ളത്. ഇതിൽ ഭൂരിഭാഗം പേരും പണി പൂർത്തീകരിച്ചവരും മെയിൻ വാർപ്പ് പൂർത്തീകരിച്ചവരുമാണ്. എന്നാൽ ഇവരിൽ ഒരാൾക്ക് പോലും ലൈഫ് പദ്ധതിയിൽ പറയുന്ന 4 ലക്ഷം രൂപ കൊടുക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. 2 വർഷത്തിലധികമായി പലരും ഉള്ള വീട് പൊളിച്ച് വലിയ തുക നൽകി വാടക വീടുകളിലാണ് താമസിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയ ഉറപ്പ് വിശ്വസിച്ച് പലരും പലിശയ്ക്കും മറ്റും പണം കടമെടുത്താണ് പണി പൂർത്തീകരിച്ചത്. സമയബന്ധിതമായി പണം ലഭിക്കാത്തതിനാൽ ഇവർക്ക് വലിയൊരു സംഖ്യ കടബാധ്യതയായിരിക്കുകയാണ്. പലരും ആത്മഹത്യയുടെ വക്കിലാണ്. 4 കൊല്ലായി ഇവരുടെ വാക്കും കേട്ടിട്ട് ഉള്ളതും കളഞ്ഞിട്ട് വാടകയ്ക്ക് ഇരിക്കുന്നു. 4500 ഒരു മാസം വാടക കൊടുക്കുന്നത്. അത് ഈ ഹോട്ടലിൽ നിന്ന് ബാക്കി പിന്നെ തരാന്ന്. ഇതിപ്പോ മറ്റവരോട് പറഞ്ഞു നടക്കുമോ? വൈകുന്നേരം 3 ധൈര്യമില്ല ആ കുട്ടി വിളിച്ചിട്ട്. ആ കുട്ടി വല്ല കടമ്പാതിയൊക്കെ മേടിച്ചിട്ടാണ് ഞങ്ങളുടെ പേരെ നാണയൻ്റെ അയച്ചിട്ട് വാർത്തിട്ട് തന്നത്. ഇവരോട് ചോദിച്ചപ്പോൾ 1.60 തരുള്ളൂന്ന്. ഈ സംഘടനയൊക്കെ ആരോടെ പറയാ? ഇവരോട് വന്ന് പറഞ്ഞ് ഇവർക്ക് അത് കാണാനുള്ള കണ്ണില്ല എന്നൊക്കെ ഇപ്പൊ തോന്നണം. ഇനിയിപ്പൊ കൊണ്ടുപോർത്ത 6 മാസം കഴിയണ്ടേ? അവർക്ക് പിന്നെ ഇവര് ഉണ്ടാവും. കഥയില് ഉണ്ടാവില്ല. ഭരണസമിതിയൊക്കെ മാറും. ആ ഒരു ധൈര്യത്തിലാണ് അവർ അങ്ങനെ കളിപ്പിക്കുന്നത്. ലൈഫ് ഗുണഭോക്താക്കൾക്ക് സാധാരണഗതിയിൽ 4 ഘട്ടങ്ങളിലാണ് പണം അനുവദിക്കാറുള്ളത്. ആദ്യഘട്ടത്തിൽ 40,000 രൂപയും തറപ്പണി പൂർത്തീകരിച്ചാൽ 1 ലക്ഷം രൂപയും ലിൻഡൽ ഉയരം പൂർത്തീകരിച്ചാൽ വീണ്ടും 1 ലക്ഷം രൂപയും പിന്നീട് മെയിൻ വാർപ്പ് കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയും അവസാനഘട്ടം പൂർത്തീകരിച്ചാൽ 60,000 രൂപയുമാണ് നൽകാറുള്ളത്. എന്നാൽ എരുമപ്പെട്ടി പഞ്ചായത്ത് ഇപ്രകാരമല്ല പണം നൽകുന്നതെന്നും പ്രസിഡന്റും നിർവഹണ ഉദ്യോഗസ്ഥനും തങ്ങളുടെ ഇഷ്ടക്കാർക്ക് തോന്നിയ പോലെ പണം നൽകുന്നതായും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. ഈ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുന്നതിന് 5 മാസം മാത്രം ബാക്കി നിൽക്കെ സാധാരണക്കാരുടെ പ്രതീക്ഷയായ വീട് എന്ന സ്വപ്നം പൂർത്തീകരിക്കുന്നതിന് പണം അനുവദിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും മണ്ഡലം പ്രസിഡന്റ് എം നിഷാദ് പറഞ്ഞു. ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് പഞ്ചായത്ത് ഭരണസമിതി അംഗീകരിക്കുന്നില്ല എന്നൊരു നിലപാടാണ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഏകദേശം ജനറൽ വിഭാഗത്തിൽ 156ഓളം അപേക്ഷകൾ ഗുണഭോക്താക്കൾ ഉണ്ടായിട്ട് ഒരാൾക്ക് പോലും അവർക്ക് ലഭിക്കേണ്ട 4 ലക്ഷം രൂപ പൂർത്തീകരിച്ചു കൊടുക്കാൻ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. പലിശക്ക് പണമെടുത്തിട്ടും അതല്ലെങ്കിൽ മറ്റുള്ള ആളുകളോട് പല സമയപരിധി വെച്ച് അവരിൽ നിന്ന് കാശ് കടം വാങ്ങിയിട്ടുമാണ് അവരുടെ ഈ വീട് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് കടന്നു വരുന്ന എല്ലാ ഗുണഭോക്താക്കളോടും നിങ്ങൾ നിങ്ങളുടെ വീട് പൊളിച്ചിട്ടിട്ട് പണി തുടങ്ങിക്കോ എന്ന് പറയുകയും, പക്ഷേ എന്നാൽ അവർക്ക് ആവശ്യമായ കൊടുക്കേണ്ട ഫണ്ട് കൊടുക്കാൻ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഇതുവരെ സാധിക്കുന്നില്ല. ഇത് എത്രയും പെട്ടെന്ന് ഈ ഗുണഭോക്താക്കൾക്ക് നൽകേണ്ട ഫണ്ട് നൽകി പൂർത്തിയാക്കിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വരുമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. നേതാക്കളായ PS സുനീഷ്, NK കബീർ, ഷഫീന അസീസ്, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MC ഐജു, മെമ്പർ റിജി ജോർജ് എന്നിവരും നിവേദനം നൽകിയ സംഘത്തിലുണ്ടായിരുന്നു.